കേരള രാഷ്ട്രീയത്തിൽ ഇന്നേവരെ കാണാത്ത തരത്തിലുള്ള സമാനതകൾ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലാണ് ഇത്തവണ കളമൊരുങ്ങുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ നേരിട്ട് സംവാദം നടന്നേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇതോടെ ഉടലെടുക്കുന്നത് പുതിയൊരു രാഷ്ട്രീയ സംസ്കാരമായിരിക്കും എന്നത് ഉറപ്പാണ്. നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് ഇന്നുവരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു പരസ്യ സംവാദം നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയെ സംവാദത്തിന് ക്ഷണിച്ചത്. വികസനത്തെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിൻ്റെ സംവാദ വെല്ലുവിളി മുഖ്യമന്ത്രി ഏറ്റെടുക്കുകയായിരുന്നു. 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവാദത്തിനുള്ള തൻ്റെ താൽപ്പര്യം പ്രകടമാക്കിയത്. LDF റിപ്പോർട്ട് കാർഡ് എന്ന പേരിൽ ചിത്രങ്ങളുമായാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഇനി സംവാദത്തിന് തയ്യാറായാലോ എന്നാണ് ഈ പോസ്റ്റിൻ്റെ തലക്കെട്ട്. സർക്കാർ നൽകിയിരുന്ന വാഗ്ദാനങ്ങളും അതെല്ലാം പാലിക്കപ്പെട്ട് കഴിയുന്നുമുള്ള പോസ്റ്റാണ് മുഖ്യമന്ത്രി ഇട്ടിരിക്കുന്നത്. വിഴിഞ്ഞം, ദേശീയപാത, പട്ടയ വിതരണം, ലോഡ് ഷെഡിംഗ് ഇല്ലാത്ത കേരളം, മുടങ്ങാത്ത ക്ഷേമ പെൻഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും നിരത്തിയാണ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് പിന്നാലെയാണ് സംവാദത്തിന് മുഖ്യമന്ത്രി തന്നെ സമയവും സ്ഥലവും തീരുമാനിക്കാൻ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അറിയിച്ചത്. മുഖ്യമന്ത്രി പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് താൻ സംവാദത്തിന് എത്തുമെന്നും പ്രതിപക്ഷ നേതാവ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച വീടുകളുടെ അത്രയും പോലും 10 കൊല്ലം കൊണ്ട് LDF സർക്കാർ പണിതിട്ടില്ല എന്നാണ് സതീശൻ്റെ പ്രധാന അവകാശവാദം. വിവിധ വകുപ്പുകൾ വഴി നടപ്പിലാക്കിയ ഈ പദ്ധതികളുടെ കൃത്യമായ കണക്കുകൾ LDFിൻ്റെ മന്ത്രിമാർ തന്നെ നിയമസഭയിൽ നൽകിയ മറുപടികളിൽ ഉണ്ട്. വികസന കാര്യങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഏത് വേദിയിലും ഒരു തുറന്ന സംവാദത്തിന് താൻ തയ്യാറാണെന്നും അദ്ദേഹം ഇന്നലെ വെല്ലുവിളിച്ചിരുന്നു. DYFI വയനാട്ടിലെ കോൺഗ്രസിൻ്റെ സ്ഥലത്ത് കുടിലുകെട്ടി സമരം നടത്തിയാൽ അവരെ അടിച്ചോടിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് സതീശൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. അത് ഞങ്ങൾ വാങ്ങിയ സ്ഥലമാണെന്നും സതീശൻ പറഞ്ഞു. അതേസമയം SDPI വോട്ട് വേണ്ടെന്ന് പറയും. ഞങ്ങളത് നേരത്തെ പറഞ്ഞിരുന്നു. നിങ്ങൾ കോൺഗ്രസിന് പിന്നാലെ മൈക്രോസ്കോപ്പുമായി നടക്കുകയാണ്. PDP ഇടതുമുന്നണിക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചത് നിങ്ങളാരും ചർച്ച ആക്കിയില്ലെന്നും വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്താൽ മാത്രമാണ് പ്രശ്നമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിയെ SDPI പിൻവലിച്ചത് ആർക്കു വേണ്ടിയാണ് എന്ന് അറിയില്ല. SDPI പിന്തുണ ഉണ്ടോ എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇതുവരെ മറുപടി നൽകിയിട്ടുമില്ല. എന്നാൽ SDPI പിന്തുണ വേണ്ടെന്ന് മുൻപ് പരസ്യ നിലപാടെടുത്തവരാണ് UDF എന്നും സതീശൻ പറയുന്നു. എന്തായാലും കേരള രാഷ്ട്രീയത്തിൽ വികസന സംവാദം കൊഴുക്കുകയാണ്. സംവാദത്തിന് തയ്യാർ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് സ്ഥലവും സമയവും കൂടി അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്നാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ പറഞ്ഞത്. വസ്തുതകൾ എല്ലാം കൃത്യമായി പഠിച്ച് സംസാരിക്കുന്ന തന്നെ നുണേശൻ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാനാണ് CPM ശ്രമിക്കുന്നത്. തന്നെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം. മുഖ്യമന്ത്രി നുണറായി ആണോ അതോ ഞാൻ നുണേശൻ ആണോ എന്ന് വരും ദിവസങ്ങളിൽ ജനങ്ങൾക്ക് ബോധ്യം ആകുമെന്നും കൂടെ സതീശൻ പറഞ്ഞിരുന്നു. നേരത്തെ BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറും മുഖ്യമന്ത്രിയുമായി സംവദിക്കാൻ വന്നിരുന്നു. ജനങ്ങളോട് വെറുതെ ഓരോന്നും പറഞ്ഞ് ശ്രദ്ധ തിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞെന്നും കരുത്തും ധൈര്യവും ഉണ്ടെങ്കിൽ തൻ്റെ ഒപ്പം വന്ന് സംവാദം നടത്താൻ മുഖ്യമന്ത്രി പിണറായി തയ്യാറാകണം എന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ വെല്ലുവിളി. ഇരട്ടത്താപ്പിൻ്റെ മറ്റൊരു പേരാണ് CPIM. ഇരട്ടത്താപ്പാണ് CPMൻ്റെ പ്രത്യയശാസ്ത്രം. 10 വർഷം തങ്ങൾ എന്ത് ചെയ്തു എന്ന് പറയാൻ BJP തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു. എന്നാൽ ഇനിയൊരു സംവാദം ആയാലോ എന്ന തലക്കെട്ടോടെ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ 2 പേരെയും സംവാദത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സംവാദം നടന്നാൽ സതീശൻ നുണകൾ പറഞ്ഞായാലും കുറച്ചു നേരം പിടിച്ചു നിൽക്കുമായിരിക്കും. അതിനുശേഷം അദ്ദേഹം പിണങ്ങിപ്പോകാനാണ് സാധ്യത. ഈ രാജീവ് ചന്ദ്രശേഖർ എന്ത് കാര്യമാണ് ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ ഏത് ചോദ്യത്തിനാണ് അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുക എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മിക്കവാറും മലയാളം ശരിക്കും അറിയില്ല എന്ന പേരും പറഞ്ഞ് ഈ ചങ്ങാതി മുങ്ങാൻ തന്നെയാണ് സാധ്യത. അഥവാ സംവാദം നടന്നാൽ മലയാളികൾക്ക് കുറേ വർഷങ്ങൾ ചിരിക്കാനുള്ള വക അതിലുണ്ടാകും എന്നതും ഉറപ്പാണ്.